അന്നമോളെ, എവിടെയാ? ഇങ്ങോട്ട് വാ, നമുക്ക് കൊന്ത ചെല്ലണ്ടേ? ഇന്ന് പ്രാർത്ഥിക്കണോ അമ്മേ? നമുക്ക് നാളെ ചെല്ലാം. എനിക്ക് ഉറക്കം വരുന്നു. ഉറക്കമൊക്കെ പ്രാർത്ഥന കഴിഞ്ഞിട്ട്. അമ്മയുടെ പൊന്നുമോള് വന്ന് കുരിശ് വരച്ചേ. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് ഉറങ്ങണം. അപ്പൂപ്പന്റെ ചക്കരെ, അപ്പൂപ്പന്റെ അന്നമോളെ. എന്താ അപ്പൂപ്പ? അന്നമോളെ, കുറച്ചു നേരം മുമ്പ് അപ്പൂപ്പന്റെ അടുത്ത് ഈശോ വന്നു. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. അന്നാമോൾ ഇന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാൽ കിൻഡർ ജോയ് തരാമെന്ന്. ഓ, അപ്പൂപ്പൻ അങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എനിക്കറിയാം ഈശോയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന്. അപ്പൂപ്പൻ കൊച്ചിനോട് കള്ളം പറയുവോ? വേണമെങ്കിൽ കൊച്ചിന് ഉറക്കെ പ്രാർത്ഥിച്ചു നോക്കിക്കോ. കൊച്ചിന് കിൻഡർ ജോയ് തന്നില്ലെങ്കിൽ പിന്നെ കൊച്ചു അപ്പൂപ്പനോട് മിണ്ടണ്ട. കിൻഡർ ജോയ് കിട്ടുമെങ്കിൽ നന്നായിരുന്നു. പക്ഷെ ദൈവം ശരിക്കും തരുമോ? അപ്പൂപ്പൻ കള്ളം പറയുന്നതായിരിക്കും. ഈശോ ആരോടും സംസാരിക്കണം അന്നമോൾ കേട്ടിട്ടില്ലല്ലോ. അപ്പൂപ്പ, കിൻഡർ ജോയ് എവിടെ? കൊച്ചാദ്യം ഞങ്ങൾക്ക് സ്തുതിതാ. ഇനി അപ്പൂപ്പൻ കിൻഡർ ജോയ് എവിടെയാന്ന് പറയേ. ദാ ആ പെട്ടിയിൽ വെക്കാമെന്നാ പറഞ്ഞത്. നോക്കിക്കേ, അതിലുണ്ടോന്ന്. അപ്പാപ്പ, ദേ കിൻഡർ ജോയ്. ഈശോപ്പ വാക്ക് പാലിച്ചല്ലോ. ഈശോപ്പേ, താങ്ക് യു. നാളെയും കിൻഡർ ജോയ് തരണേ. ഞാൻ ഉറക്കെ പ്രാർത്ഥിച്ചോളാം. നീ കണ്ടോടി, ഞാൻ പറഞ്ഞപ്പോ കൊച്ചു പ്രാർത്ഥിച്ചത്. പിള്ളേരോട് കാര്യങ്ങളൊക്കെ പറയുന്നതിൽ ഒരു തരമൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞത് കൊണ്ടൊന്നുമല്ല അവൾ പ്രാർത്ഥിച്ചത്. അവൾക്ക് കിൻഡർ ജോയ് കിട്ടുമെന്ന് കരുതിയേട്ടാ. വിചാരിച്ച കാര്യം സാധിച്ചു കിട്ടുമെങ്കിൽ ആരാ അപ്പച്ച പ്രാർത്ഥിക്കാത്തത്? നീയും നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടി തന്നെയല്ലേ പ്രാർത്ഥിക്കണത്. ആവശ്യങ്ങൾ മാത്രമേ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലുള്ളൂ. എൻ്റെ പൊന്നപ്പച്ച, എന്നെ വിട്ടേക്ക്. ഞാനില്ല തർക്കിക്കാൻ. അപ്പച്ചൻ വേണമെങ്കിൽ നാളെ നോക്കിക്കോ. അവൾക്ക് പ്രാർത്ഥിക്കാൻ എന്തോരം ആത്മാർത്ഥതയുണ്ടെന്ന്. അന്നമോളെ, വാ, കുരിശു വരയ്ക്കാം. അപ്പൂപ്പ, ഇന്നും ഈശോ കിൻഡർ ജോയ് തരുമായിരിക്കും അല്ലേ? അപ്പാപ്പ, ഇതിൽ കിൻഡർ ജോയ് ഇല്ല. ഞാൻ ഇന്ന് ഉറക്കെ തന്നെയല്ലേ പ്രാർത്ഥിച്ചേ. അപ്പൂപ്പ, ഈശോനോട് കിൻഡർ ജോയ് തരാൻ പറ. അയ്യോ, ഇനി എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അന്നമോള് തന്നെ ചോദിക്കണമെന്നാ ഈശോ പറഞ്ഞത്. അപ്പൂപ്പന് നല്ല നടുവേദന. ഞാനൊന്ന് പോയി കിടക്കട്ടെ. എന്നാലും എന്താ ഈശോപ്പേ കിൻഡർ ജോയ് തരാനത്? ഞാൻ ഉറക്കല്ലേ പ്രാർത്ഥിച്ചത്, എന്നിട്ടും തന്നില്ല. ശരി, ഞാൻ ഒന്നും കൂടി പ്രാർത്ഥിക്കാം. ഈശോപ്പേ, അന്നമോൾക്ക് കിൻഡർ ജോയ് തരണേ. ഈശോപ്പേ, അന്നമോൾക്ക് കിൻഡർ ജോയ് തരണേ. ഈശോയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല. ഞാൻ എന്തോരം നേരം പ്രാർത്ഥിച്ചതാ, എന്നിട്ട് ഒരു കിൻഡർ ജോയ് പോലും തന്നില്ല. ഇന്ന് ഞാൻ ഈശോനോട് പ്രാർത്ഥിക്കൂല. നമ്മൾ തമ്മിൽ ഒരു കൂട്ടുമില്ല. ഇപ്പോഴും കിൻഡർ ജോയ് വെച്ചിട്ടില്ലല്ലേ? ശരി, കുഴപ്പമില്ല. ഞാൻ പിണക്കം മാറ്റാം. പക്ഷേ ഒരു കാര്യം ഈശോപ്പ ചെയ്യണം. എന്റെ കൂടെ കളിക്കണം. കളിക്കോ? അങ്ങനെയാണെ അന്നമോളൊരു കളിപ്പാട്ട് എടുത്തോണ്ട് വരട്ടെ. നമുക്ക് ഈ കറി കയറി
ടൂറ് പോവാം. എന്ത് വലിയ കാറ് വേണമെന്നാ? ഞാൻ അപ്പോ വരുമ്പോ പറയാം ഒരു വലിയ കാറ് കൊണ്ടുവരാൻ. അന്നമോള് കളിക്കുവാണോ? ആരുടെ കൂടെയാ കളിക്കുന്നേ? ഈശോന്റെ കൂടെ. ആണോ? ഈശോ ഇപ്പൊ മോളുടെ ഫ്രണ്ടായോ? ആയല്ലോ. അപ്പൂപ്പൻ മോൾക്ക് ഒരു സാധനം തരട്ടെ. ദേ കിൻഡർ ജോയ്. വല്ലതും തരണേ, വല്ലതും തരണേ. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഇത് കഴിച്ചോട്ടോ. ഈശോപ്പ പാവക്ക് തരാൻ വേണ്ടി എന്റെ കയ്യിൽ തന്നതാ. പ്രാർത്ഥന അത് ദൈവവുമായുള്ള സംഭാഷണമാണ്. അതൊരിക്കലും അറുതി വരാത്ത ആവശ്യങ്ങൾ നിരത്തിവെക്കുന്ന സമയത്തിൻ്റെ പേരല്ല. നിന്റെ പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമായി തീരുമ്പോൾ നീ നിന്റെ ആവശ്യങ്ങൾ മറന്ന് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണും. കാരണം സ്നേഹമാണ് ആ സംഭാഷണത്തിൻ്റെ ഭാഷ.